അജ്ഞാതമായ ഒരു ഭാഷയിൽ എഴുതിയതും 15-ാം നൂറ്റാണ്ടിൽ സൃഷ്ടിക്കപ്പെട്ടതുമാണെന്നും കരുതപ്പെടുന്നതുമായുള്ള ചിത്രങ്ങളുള്ള ഒരു കൈയെഴുത്തു പ്രതി. പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയാൻ അദ്ദേഹം പലതവണ ശ്രമിച്ചു. പല വിവർത്തകരെയും അദ്ദേഹം സമീപിച്ചു. എന്നാൽ വിൽഫ്രഡിന് ഉത്തരം കണ്ടെത്താനായില്ല. 240ഓളം പേജുകളാണ് ഈ കൈയെഴുത്ത് പ്രതിക്കുള്ളത്. എന്താണ് ഇതിന്റെ പ്രത്യേകതയെന്ന് നമുക്ക് കൂടുതൽ അറിയാം. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. പുസ്തകങ്ങൾക്കിടയിലെ ഏറ്റവും നിഗൂഢമായ പുസ്തകം അതേതാണെന്നറിയാമോ? ഉത്തരം ഒന്ന് മാത്രം: വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം 1915 മുതൽ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ പുസ്തകം വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് ആണ്. പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ വിൽഫ്രഡ് വോയ്നിച്ച് എന്ന പോളിഷ് പുസ്തക കച്ചവടക്കാരന്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. പുരാതന കാലത്തെ പ്രത്യേകതകളുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി അവ വിൽപ്പനയ്ക്ക് വെക്കലായിരുന്നു വിൽഫ്രഡിന്റെ വ്യാപാര രീതി. വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരം ഒരു കാലത്ത് ഈ വിൽഫ്രഡ് വോയ്നിച്ചിൻ്റെതായിരുന്നു. AD 1404-നും 1430-നും ഇടയിൽ ഒരു അജ്ഞാത എഴുത്തുകാരൻ അജ്ഞാത ഭാഷയിൽ എഴുതിയ വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റിലെ വാക്കുകൾ ഇപ്പോഴും ആർക്കും വിവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആർക്കും അറിയാത്ത വിചിത്രമായ അക്ഷരത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ 102 വലിയ ചിത്രങ്ങളുള്ള പാർക്ക്മെന്റ് ഫോളിയോകൾ അടങ്ങിയിരിക്കുന്നു. ചിത്രീകരണങ്ങളെ അടിസ്ഥാനമാക്കി 6 വിഭാഗങ്ങളായി ഈ കൈയെഴുത്തു പ്രതിയെ തിരിച്ചിരിക്കുന്നു. ഒരിക്കൽ പുസ്തക ശേഖരണത്തിനിടയിൽ ഇറ്റലിയിലെത്തിയ അദ്ദേഹത്തിന് ലഭിച്ച കൈയെഴുത്തു പ്രതിയാണ് പിന്നീട് ചരിത്രത്തിൽ ഇടം നേടിയത്. വ്യത്യസ്ത തരത്തിലും വർണ്ണങ്ങളിലുമുള്ള ചെടികൾ, പ്രത്യേകതരം അടയാളങ്ങൾ, മറ്റ് ചിത്രങ്ങൾ എന്നിവയെല്ലാം അടങ്ങിയ ഒരു കൈയെഴുത്തു പ്രതിയായിരുന്നു അത്. ആദ്യ കാഴ്ചയിൽ തന്നെ ഏറെ ഇഷ്ടം തോന്നിയ ആ പുസ്തകം വിൽഫ്രഡ് വോയ്നിച്ച് സ്വന്തമാക്കുകയും 3 വർഷത്തോളം ആ പുസ്തകത്തെ പറ്റി അദ്ദേഹം പഠിക്കുകയും ചെയ്തു. ആ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയാൻ അദ്ദേഹം പല തവണ ശ്രമിച്ചു. പല വിവർത്തകരെയും അദ്ദേഹം സമീപിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വിൽഫ്രഡിന് ഒരു ഉത്തരവും കണ്ടെത്താനായില്ല. ഒടുവിൽ 1915-ൽ ആ കൈയെഴുത്തു പ്രതിയെ അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. 1930-ൽ വിൽഫ്രഡ് വോയ്നിച്ചിന്റെ മരണശേഷം നിരവധി ആളുകൾ ആ പുസ്തകത്തെ സമീപിച്ചെങ്കിലും ആർക്കും കൃത്യമായൊരു ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 1969 മുതൽ യേൽ സർവകലാശാലയിൽ സൂക്ഷിക്കാൻ തുടങ്ങിയ കൈയെഴുത്ത് പ്രതിയിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാത്ത ഭാഷാ വിദഗ്ധരാരും തന്നെ ഇന്ന് ലോകത്തില്ല. 240ഓളം പേജുകളാണ് ഈ കൈയെഴുത്ത് പ്രതിക്കുള്ളത്. പല പേജുകളും ഇന്ന് നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില പേജുകൾ വ്യത്യസ്ത വലിപ്പത്തിലുള്ള മടക്കാനാവുന്ന ചില ഷീറ്റുകളാണ്. പുസ്തകത്തിലെ പല പേജുകളിലെയും വാചകങ്ങൾ ഇടത്തുനിന്നും വലത്തോട്ടാണ് എഴുതിയിരിക്കുന്നത്. 2ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ രഹസ്യ കോഡ് ഭാഷ കണ്ടുപിടിച്ച ക്രിപ്റ്റോഗ്രാഫർമാർ വോയ്നിച്ചിന്റെ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചവരെ പുസ്തകത്തിന്റെ രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം.